പ്രിയപ്പെട്ടവരെ, നന്നായിരിക്കുന്നുവോ? ഈ പ്രഭാതത്തിൽ സന്തോഷമായിരിക്കുന്നുവോ? നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം. അതല്ലേ ദൈവത്തിന്റെ ആഗ്രഹം. യേശുവിന്റെ കൈപിടിച്ച് നടക്കൂ, നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. യേശുവോടൊത്ത് നടക്കുന്ന ഒരനുഭവമുണ്ടാകാനായിട്ടാണ് ഈ വോക്ക് വിത്ത് ജീസസ്. വചനങ്ങൾ വായിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുന്നു. ദൈവം ഒരു വാക്ക് തന്നിരിക്കുന്നു. ഹോശയ്യ 13:9 നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറുക്കുന്നത് നിന്റെ നാശമാകുന്നു. ആരോടാണ് പറയുന്നത്? ഇസ്രായേലേ. ഇസ്രായേല്യർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, വിളിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ രക്ഷിക്കപ്പെട്ടവർ, അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടവർ, ദൈവത്തോടൊത്ത് നടക്കുവാനായി സമർപ്പിച്ചവർ. ഇപ്പോൾ അതേ ജനങ്ങൾ തങ്ങൾക്ക് സ്വയം ദോഷമുണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുത്തവർ, വീണ്ടെടുക്കപ്പെട്ടവർ, വിളിക്കപ്പെട്ടവർ തന്നെ അനീതിയായ കാര്യങ്ങൾ ചെയ്ത് തന്നെത്താൻ ദോഷമുണ്ടാക്കിയിരിക്കുന്നു. അതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചാൽ, പാപം ചെയ്യുമ്പോൾ, തുനിഞ്ഞു പാപം ചെയ്യുന്ന സമയത്ത്, ഇത് പാപമാണെന്നറിഞ്ഞിട്ടും രണ്ടും കൽപ്പിച്ച് പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കുമ്പോൾ, അതവർ സ്വയം ദോഷം വരുത്തിവെക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, യേശുവിനെ അനുഗമിച്ച് യേശുവോടൊത്ത് നടക്കുവാനായി സമർപ്പിച്ചിരിക്കുന്നു, നല്ലത്. എന്നാൽ വീട്ടിലും ജോലി ചെയ്യുന്ന സ്ഥലത്തും ബിസിനസ്സിലും എല്ലാം നേരോടെയാണോ ചെയ്യുന്നത്? ദോഷമുണ്ടാക്കുന്ന കാര്യത്തിന് സ്ഥലം കൊടുത്തിട്ടുണ്ടോ? ചർച്ചിനകത്ത് രാഷ്ട്രീയം നടത്തുന്നു, ബിസിനസ്സിൽ മായം ചേർക്കുന്നു, കബളിപ്പിച്ച് പണം സമ്പാദിക്കുന്നു, കൈക്കൂലി വാങ്ങുന്നു, ജോലിയിൽ സത്യസന്ധതയില്ലാതെ കബളിപ്പിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സ്തോത്രം 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 എന്ന് പറയുന്നു. ഇവയെല്ലാം ചെയ്ത് നമുക്ക് തന്നെ നാം ദോഷമുണ്ടാക്കുന്നു. അപ്പോൾ ദൈവം അത് കണ്ട് ദുഃഖിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വ്യാധിയും നഷ്ടവും ഇല്ലായ്മയും ഉണ്ടാകുന്നത്? ഒരു സമാധാനവുമില്ല, ഉറങ്ങാനാവുന്നില്ല, വല്ലാത്ത പോരാട്ടം. എന്തോ ദോഷമുള്ളൊരു കാര്യത്തിന് നിങ്ങൾ ഇടം കൊടുത്തതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ബാധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ദോഷമുണ്ടാക്കിയിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു. അപ്പോൾ എനിക്ക് ദോഷമുണ്ടാക്കാൻ എനിക്ക് സാധിക്കും. നാം ദൈവവേല ചെയ്യുന്നവനായാലും ദൈവത്തെ അനുഗമിക്കുന്നവനായാലും ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, അടിമകളായി നടത്തുന്നില്ല. അപ്പോൾ നാം സ്വയം ദോഷം ചെയ്താൽ അതിന് ഫലം അനുഭവിക്കുന്നത് ഞാനായിരിക്കും, നാം ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ ബാധിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷമില്ല, സമാധാനമില്ല, ശാന്തതയില്ല. കുടുംബത്തിൽ പ്രശ്നം, ഞെരുക്കം, ദോഷമുള്ള എന്തോ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. ദൈവം പറയുന്നു, നീ ദോഷം ചെയ്തിരിക്കുന്നു, നിനക്ക് നീ തന്നെ ദോഷം ചെയ്തിരിക്കുന്നു, അതുകൊണ്ടാണ് ബാധിപ്പ്. എന്നാലും എന്നിൽ നിന്നും നിനക്ക് സഹായമുണ്ടാകും. ദൈവം പറയുന്നു, മകനേ, മകളെ, ഈ കാര്യത്തിൽ നീ തെറ്റ് ചെയ്തിരിക്കുന്നു, അതിനാൽ നീ തന്നെ നിനക്ക് ദോഷമുണ്ടാക്കിയിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് നീ ചിന്തിക്കുന്നു. ഞാനിപ്പോഴും നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഇപ്പോഴും എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്, ഇനിയും നിന്നെ സഹായിക്കാൻ, ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. അപ്പോൾ എന്തു ചെയ്യണം? കർത്താവേ, ഞാൻ ദോഷമുള്ള കാര്യം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ ഈ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. ഇതുപോലെയൊരു തെറ്റ് ചെയ്ത് അങ്ങേക്ക് അപമാനമുണ്ടാക്കിയിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങളെ സമർപ്പിച്ചാൽ യേശു ആശ്ലേഷിക്കും, വിശുദ്ധിയുള്ളവരാക്കും, ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് ഉപദേശിക്കും. നിങ്ങളെ വെറുത്തകറ്റില്ല, പോ, എൻ്റെ അടുത്ത് വരരുത് എന്നൊരിക്കലും പറയുകയില്ല. യേശു നമ്മെ സ്നേഹിക്കുന്നു. എന്നിൽ നിന്നും നിനക്ക് സഹായമുണ്ട് മകനെ, മകളെ എന്ന് വിളിക്കുന്നു. യേശുവിൻ്റെ കൈകളിലേക്ക് വരൂ. യേശു നിങ്ങളെ ആശ്ലേഷിച്ച്, നിങ്ങളെ അനുഗ്രഹിച്ച് ദോഷകരമായ കാര്യത്തെ മാറ്റിത്തരും. മനസ്സിലാക്കിയോ? നിങ്ങളുടെ ഹൃദയത്തിൽ ഏതോ ഒരു കാര്യമുണ്ട്, അല്ലേ? എന്നാൽ ദൈവത്തെ നോക്കി പറയൂ, ദൈവമേ, ഞാൻ തെറ്റായ ഒരു കാര്യം ചെയ്ത് എനിക്ക് ഞാൻ തന്നെ ദോഷമുണ്ടാക്കിയിരിക്കുന്നു. എന്റെ കുടുംബത്തിന് ബാധിപ്പുണ്ടാവാൻ ഞാൻ തന്നെ കാരണമായി. എന്നോട് ക്ഷമിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അങ്ങെന്നെ സഹായിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തൃപ്പാദത്തിങ്കൽ വന്നിരിക്കുന്നു. എന്നെ ആശ്ലേഷിക്കുന്ന സ്നേഹത്തിന് സ്തോത്രം, എന്നോട് ക്ഷമിച്ചതിന് സ്തോത്രം, തെറ്റായ കാര്യത്തെ മാറ്റുന്നതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ